നമസ്കാരം. ഇന്ന് യോഗയുമായി ബന്ധപ്പെട്ട വളരെയധികം സവിശേഷതയുള്ള ഒരു വിഷയമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യോഗയിലെ ആനന്ദം, യോഗാനന്ദം, ആ പരമാനന്ദത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമുക്കറിയാം, ലോകത്ത് അനേകം ആളുകൾ ഒരു ആനന്ദം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും ആനന്ദമാണ് അന്വേഷിക്കുന്നത്. നമ്മൾ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ആനന്ദം അന്വേഷിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. അത് സാധാരണ ഒരു ജീവിതത്തിൽ നമ്മൾ പുറമേയുള്ള വസ്തുക്കളിലാണ് ഈ ആനന്ദം അന്വേഷിക്കുന്നതെന്നേ ഉള്ളൂ. പക്ഷേ അത് ശാശ്വതമായിട്ടുള്ള ആനന്ദമല്ലാത്തത് കൊണ്ട് നമുക്ക് പുറമെ നമ്മൾ അന്വേഷിക്കുന്ന ആനന്ദം പരിപൂർണമായിട്ടുള്ള ആനന്ദമല്ല, ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെ പരിപൂർണമായ സന്തോഷം നമുക്ക് തരുന്നതല്ല. നൈമിഷികമായ ആനന്ദമാണ് ഈ നമുക്ക് പുറമെ നമ്മൾ ആനന്ദം അന്വേഷിക്കുമ്പോൾ കിട്ടുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ് അവനവന്റെ ഉള്ളിലുള്ള ആനന്ദത്തെ അന്വേഷിച്ച് സന്യാസത്തിന്റെ അല്ലെങ്കിൽ യോഗയുടെ പാതയിൽ അന്വേഷണം നടത്തുന്ന ആളുകൾ. അപ്പോ ഇവരെല്ലാവരും തന്നെ അന്വേഷിക്കുന്നത് ഒരു പരമാനന്ദത്തെയാണ്. അത് യോഗാചാര്യന്മാർ അല്ലെങ്കിൽ യോഗം പരിശീലിക്കുന്നവർ പ്രത്യേകിച്ചും അതിനുള്ള ക്രിയകളാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ യോഗയെ അതിനുള്ളൊരു ഉപാധിയായിട്ട് ഈ ആനന്ദം, അവനവനുള്ളിലുള്ള കേവലമായ ആനന്ദം, ഉപാധികളില്ലാത്ത നിരുപാധികമായ ആനന്ദം, ആ സച്ചിദാനന്ദത്തെ ആണ് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള ക്രിയകളാണ് യോഗയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് യോഗയുടെ ലക്ഷ്യം. അല്ലാതെ നമ്മൾ സാധാരണ യോഗ ചെയ്യുന്ന ആളുകൾ കുറച്ച് ആരോഗ്യം മെച്ചപ്പെടുത്താൻ, അസുഖങ്ങൾ കുറയ്ക്കാനൊക്കെ ആയിട്ടാണ്, അല്ലെങ്കിൽ ചില അസുഖങ്ങൾ മാറ്റാൻ വേണ്ടി അങ്ങനെയൊക്കെയാണ് യോഗ ചെയ്യുന്നത്. അത് ആസനങ്ങൾ എന്നുള്ള ഒരു ഇതിൽ മാത്രമേ നിൽക്കുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് അഷ്ടാംഗ യോഗയിലെ എല്ലാ അംഗങ്ങളെയും വളരെ ഗൗരവമായിട്ട് സമീപിച്ച് പരിശീലിക്കുന്ന ആളുകൾ അവര് ആരോഗ്യത്തിനും അപ്പുറത്ത് ഈ ആനന്ദത്തെയാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആനന്ദം നമുക്ക് സാധാരണ ജീവിതത്തിൽ നമ്മൾ ഈ ആനന്ദം അനുഭവിക്കുന്നത്. എന്താണ് ഈ ആനന്ദം, അതിന്റെ സ്വരൂപം എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഈ ആനന്ദം യഥാർത്ഥത്തിൽ നമുക്ക് സാധാരണ ജീവിതത്തിൽ, ഈ യോഗം ഒന്നും പരിശീലിക്കാത്ത ആളുകൾക്കും സാധാരണ ജീവിതത്തിൽ ഈ ആനന്ദം കിട്ടുന്നുണ്ട്. അത് ഈ പരമമായ ആനന്ദത്തിന്റെ ഒരു രൂപം എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്തരം ഒരു ഉദാഹരണം ഞാൻ പറയുന്നത്. എല്ലാവരിലും ഈ ആനന്ദം ഉണ്ട്. അത് ആ ആനന്ദത്തിന്റെ ഒരു ചെറിയ മിന്നലാട്ടങ്ങൾ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് രതിയിലാണ്. ഇത് വളരെ വിചിത്രമായിട്ട് തോന്നാം. യോഗം എന്നത് രതിക്ക് തീരെ എതിരാണ്, എല്ലാ ലൗകികതയ്ക്കും എതിരാണ് എന്നൊരു സങ്കല്പം നമുക്ക് ഇടയിലുണ്ട്. അപ്പൊ അതുകൊണ്ട് രതിയിലുള്ള ആനന്ദം അതാണ് ഇതിന്റെ ഒരു മിന്നലാട്ടം. ആ കേവലമായ ആ പരമാനന്ദത്തിന്റെ ചെറിയൊരു സ്വരൂപമാണ്, അല്ലെങ്കിൽ ഒരു മിന്നലാട്ടമാണ് രതിയിൽ കിട്ടുന്ന ആനന്ദം എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങളെല്ലാവരും പലരും അത്ഭുതപ്പെട്ടേക്കാം. പക്ഷെ അതാണ് യാഥാർത്ഥ്യം. നമ്മൾ രതിയിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ ഇതുപോലെ സ്വയം വിസ്മരിക്കുക തന്നെയാണ്. ആ രതിയിൽ ഏർപ്പെടുന്ന ആ പ്രോസസ്സ് തുടങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ എന്താ ഉണ്ടാവണം നോക്കൂ. ഈ ലോകത്തെ നമ്മൾ ക്രമേണ വിസ്മരിക്കുകയാണ്. അവിടെ രണ്ട് വ്യക്തികൾ മാത്രമായിട്ട് മാറുകയാണ്. കുറച്ചുകൂടി കഴിയുന്ന സമയത്ത് ആ രണ്ട് വ്യക്തികളും ഇല്ല. രതിയുടെ മൂർധന്യത്തിൽ, ആ രതിമൂർച്ചയിൽ ഒരു വ്യക്തി, ആ രണ്ട് വ്യക്തിയും അപ്രത്യക്ഷമായിട്ട് ഒന്നായി തീരുകയാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തിയും ഇല്ലാതായി തീരുകയാണ്. ഒരു നിമിഷത്തേക്ക് നമ്മൾ സ്ഥലത്തെയും കാലത്തെയും ഒക്കെ മറന്ന് എല്ലാം വിസ്മൃതമായി അങ്ങനെ എല്ലാത്തിനെയും നമ്മൾ ഇരിക്കുന്ന ആ ഭാഗം അതുപോലും നമ്മൾ മറക്കുന്നു. അങ്ങനെ ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് നേരത്തേക്ക് നമ്മൾ ആ രതിമൂർച്ചയുടെ ആ നിമിഷത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു ആനന്ദമുണ്ട്. ആ ആനന്ദം തന്നെയാണ് അത് അവിടെ ഒരു നൈമിഷികമായിട്ട് കിട്ടുന്നു. പക്ഷേ നമ്മൾ യോഗം പ്രാക്ടീസ് ചെയ്യുന്നവരിൽ അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ, സമാധി എന്ന് പറയുന്ന സ്റ്റേജിൽ, അതിൽ നമ്മൾ ആരൂഢം ഉറച്ചു കഴിയുമ്പോൾ നമുക്ക് ഇതേ ആനന്ദം ഹോൾസെയിലായിട്ട് കിട്ടുകയാണ്. മൊത്ത കച്ചവടമാണ്. രതിയിൽ നമ്മൾ അനുഭവിക്കുന്ന ആ പരമാനന്ദം തന്നെയാണ് നമുക്ക് യോഗത്തിലൂടെയും ലഭിക്കുന്നത്. പക്ഷെ അത് എന്നേക്കും നിലനിൽക്കുന്ന ആനന്ദമാണ്.
രതിയിലുണ്ടാവുന്ന ആനന്ദം ആ നിമിഷം കഴിഞ്ഞാൽ പോകുന്നു. പിന്നീട് നമുക്ക് അതിൻ്റെ മറുഭാഗത്തേക്കുള്ള വീഴ്ചയാണ്, നമ്മൾ തളർച്ചയാണ്, നമ്മളുടെ ഊർജ നഷ്ടമാണ് അവിടെ സംഭവിക്കുന്നത്. പിന്നെ നമ്മൾ തളർന്നുറങ്ങുകയാണ്. എന്നാൽ യോഗത്തിൽ കിട്ടുന്ന അല്ലെങ്കിൽ ആ സമാധിയിൽ കിട്ടുന്ന ആനന്ദം എന്ന് പറയുന്നത് പരിപൂർണമായ ഉണർച്ചയാണ്. നമ്മുടെ ജാഗ്രത അതിൻ്റെ പരമാവധി പരിപൂർണതയിൽ അങ്ങനെ നിൽക്കുന്ന, വിളങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ നിറഞ്ഞു നിൽക്കുന്ന പരിപൂർണ ജാഗ്രതയുടെ അവസ്ഥയാണ്. പക്ഷെ ആന്തരികമായിട്ട് നമ്മൾ അനുഭവിക്കുന്നത് ആ രതിമൂർച്ചയിൽ ഉണ്ടാവുന്ന അതേ ആനന്ദം എന്നേക്കുമായിട്ട് നിലനിൽക്കുന്ന ആനന്ദമാണ്. അത്രയും എല്ലാവരും കൊതിക്കുന്ന, ആരും നഷ്ടപ്പെടാൻ അനുവദിക്കാത്ത അല്ലെങ്കിൽ ആഗ്രഹിക്കാത്ത, ഈ ലോകത്തെ എന്ത് തന്നെ പകരം കിട്ടിയാലും ഈ ആനന്ദത്തിന് പകരമാവില്ല. അത് അത്രയും വലിയ ആനന്ദമാണ്. എല്ലാ തരത്തിലുള്ള മനുഷ്യന്റെ സാധ്യം ഉണ്ടായിരുന്ന എല്ലാ തരത്തിലുള്ള ദുഃഖവും അവസാനിച്ച് സന്തോഷം എന്നല്ല അതിന് പറയാം. സന്തോഷത്തിന് ഒരു ഉണ്ട്, ദുഃഖം. പക്ഷെ ആനന്ദത്തിന് അങ്ങനെ ഒരു മറുവാക്കില്ല, അതിൻ്റെ ഒരു വിപരീത പദമില്ല. അത് കേവലമായ ആനന്ദമാണ്. ആ ആനന്ദത്തെ ആണ് നമ്മളെല്ലാ യോഗികളും തേടുന്നത്. ഈ പ്രകൃതി രതിയിൽ ഇത്രയും ആനന്ദം ഒളിപ്പിച്ചു വെക്കാൻ കാരണം വംശവർദ്ധനവ്. എല്ലാ ജീവികളും അവയുടെ വംശ പരമ്പരകളെ ഉൽപ്പാദിപ്പിച്ചാൽ മാത്രമാണ് ഈ ഭൂമിയിലെ ജീവന്റെ ആ നൈരന്തര്യം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് രതിയിൽ ഈ ആനന്ദം പ്രകൃതി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ആ ആനന്ദത്തെ തേടുന്നതിന്റെ ഭാഗമായിട്ട് ഈ ഭൂമിയിലെ ജീവന്റെ വംശം നിലനിൽക്കും. അതാണ് പ്രകൃതി ഒരുക്കിയിരിക്കുന്ന സൂത്രം. അതേ ആനന്ദം നിരുപാധികമാണ്. അത് നമ്മളുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു എനർജിയിലാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മളുടെ ഉള്ളിലെല്ലാം ഒരു പുരുഷനും ഒരു സ്ത്രീയും ഉണ്ട്, അല്ലെങ്കിൽ വിപരീതമായ രണ്ട് ധ്രുവങ്ങളുണ്ട്, നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. ആ തമ്മിലുള്ള സംയോജനമാണ്, അവർ തമ്മിലുള്ള ആ ഊർജപ്രവാഹത്തിന്റെ നൈരന്തര്യമാണ് സമാധിയിൽ സംഭവിക്കുന്നത്. അപ്പോൾ ആ ആനന്ദം എന്ന് പറയുന്നത് രത്യാനന്ദത്തെ പോലെ തന്നെ അത്രയും നമ്മളെ കൊതിപ്പിക്കുന്നതും നമ്മൾ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കാത്തതും ആയതുകൊണ്ടാണ് വീടും കുടുംബവും അല്ലെങ്കിൽ ജീവിതവും എല്ലാ സൗഭാഗ്യങ്ങളും ഉപേക്ഷിച്ചിട്ട് പോലും ഈ ആനന്ദത്തെയാണ് യോഗികൾ മാത്രമല്ല, സന്യാസികൾ, ജ്ഞാനമാർഗത്തിൽ പോകുന്നവർ, ഭക്തിമാർഗത്തിൽ പോകുന്നവർ, അങ്ങനെ ഈ ആത്മീയമായ അന്വേഷണം നടത്തുന്ന എല്ലാവരും തേടിക്കൊണ്ടിരിക്കുന്നത് ഈ കേവലമായ ആനന്ദത്തെയാണ്. ആ ആനന്ദം രത്യാനന്ദത്തിന്റെ ഹോൾസെയിലായിട്ട് ഒരു മൊത്തക്കച്ചവടമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഇത് തമ്മിലുള്ള വൈരുദ്ധ്യം നമുക്ക് ഒഴിവാകും. ഒന്ന്, രതിയിലുണ്ടാവുന്ന ആനന്ദം നമ്മളെ തളർത്തുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ജാഗ്രത കുറയ്ക്കുമ്പോൾ ഊർജ നഷ്ടമുണ്ടാക്കുന്നു. എന്നാൽ യോഗം നേടുമ്പോൾ കിട്ടുന്ന, സമാധി നേടുമ്പോൾ കിട്ടുന്ന ആനന്ദം അത് സ്ഥായിയായതും നമ്മളുടെ ഉണർച്ച, നമ്മളുടെ അവബോധത്തെ അല്ലെങ്കിൽ ജാഗ്രതയെ അതിൻ്റെ പരമമായ ഉത്തുംഗതയിൽ എത്തിക്കുന്നതുമാണ്. ഈ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് ക്ലാരിറ്റി കിട്ടും. എന്തിനാണ് നമ്മൾ യോഗം പരിശീലിക്കുന്നത് എന്നതിൻ്റെ ആ ക്ലാരിറ്റി കിട്ടും. അതാണ് സമാധി പരിശീലനം. അത് ആ രീതിയിൽ തന്നെ നമ്മൾ മനസ്സിലാക്കും. ഇത്തരത്തിൽ യോഗയുമായി ബന്ധപ്പെട്ട അതിനിഗൂഢവും രഹസ്യാത്മകവുമായ അനേകം വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന തുരീയം ബോധോദയത്തിൻ്റെ രാസവിദ്യ എന്ന പുസ്തകം ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് അഡ്രസ് വാട്സപ്പ് ചെയ്യുക.